കബനിയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 17 സൈനികർ തന്നെയെന്ന് പ്രതിരോധ മന്ത്രാലയം. 20 സൈനികർ എന്ന പ്രസ്താവന തിരുത്തി. സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണം അന്വേഷിക്കാൻ NIA സംഘം കശ്മീരിലെത്തും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ സാർക്ക് ഉച്ചകോടി റദ്ദാക്കി. അതേസമയം ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം ഇപ്പോൾ വേണ്ടെന്നും വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കാനും സർക്കാർ തീരുമാനിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ അടിയന്തര സൈനിക നടപടി വേണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ്, BSF, CRPF DGമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ സൈനിക കേന്ദ്രം സന്ദർശിച്ച പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ റിപ്പോർട്ട് കൈമാറി. പ്രാദേശികമായ സഹായങ്ങൾ ഭീകരർക്ക് ലഭിച്ചതായാണ് കണ്ടെത്തൽ. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര, പ്രതിരോധ, വിദേശകാര്യ, ധനകാര്യ മന്ത്രിമാരോട് ചർച്ച നടത്തി. NIAയോട് ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും ഉടൻ പ്രത്യാക്രമണം നടത്തേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അതിർത്തിയിലെ ചെറിയ ആക്രമണങ്ങൾ പോലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കനത്ത ആക്രമണമായി മാറാനാണ് സാധ്യതയെന്ന് വിലയിരുത്തിയാണ് ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പകരം വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് തീരുമാനം. UN ജനറൽ അസംബ്ലിയിൽ പാക് നിലപാടിലെ അമർഷം ഇന്ത്യ അറിയിക്കും. പഞ്ചാബ്, ഗുജറാത്ത് അതിർത്തി മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും കൂടുതൽ സൈനികരെ വിന്യസിക്കും. ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച 17 സൈനികർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ തന്നെ നിഷേധിച്ചു. കാശ്മീർ സംഘർഷം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണിതെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടക തമിഴ്നാടിന് നൽകേണ്ട ജലത്തിന്റെ അളവ് കുറച്ചു. പ്രതിദിനം 3000 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് നൽകാൻ തീരുമാനം. കാവേരി മേൽനോട്ട സമിതിയുടേതാണ് തീരുമാനം. കർണാടകയിൽ സുരക്ഷ ശക്തമാക്കി. സന്തോഷ് സെർലിംഗ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സന്തോഷ്, 12,000 അടി ക്യൂസെക്സ് അടിയിൽ നിന്നും 3000 ആക്കി വലിയ തോതിലുള്ള ഒരു കുറവ് ഉണ്ടായിരിക്കുന്നു. ഇതിൽ കനത്ത പ്രതിഷേധം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും ഇടയുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാവേരി നദിയിൽ നിന്ന് തമിഴ്നാടിന് 3000 ക്യൂസെക്സ് ജലം പ്രതിദിനം നൽകാനാണ് കാവേരി മേൽനോട്ട സമിതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച മുതൽ 30-ാം തീയതി വരെ ഈ ജലം നൽകണം. കർണാടകയും തമിഴ്നാടും നൽകിയ ജലസ്രോതസ്സുകളുടെ വിവരങ്ങൾ ഈ കാവേരി മേൽനോട്ട സമിതി ഇന്ന് പരിശോധിച്ചു. പ്രധാനപ്പെട്ടത് കാവേരി ജലത്തിന്റെ ഉപഭോഗം, കാവേരി തടങ്ങളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഉണ്ടായ മഴയുടെ അളവ്, ഇവയുടെ വ്യതിയാനം തുടങ്ങിയവയെക്കുറിച്ച് ഇരു സംസ്ഥാനങ്ങളും നൽകിയ വിവരങ്ങൾ പരിശോധിച്ചാണ് വിട്ടു നൽകേണ്ട ജലത്തിന്റെ അളവ് മേൽനോട്ട തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രകാരമാണ് 3000 ക്യൂസെക്സ് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 12,000 ക്യൂസെക്സ് ജലം നൽകണം എന്നായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ തവണ ഉത്തരവിട്ടത്. ഇതിനുശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കാവേരി മേൽനോട്ട സമിതിയെ സമീപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം കാവേരി മേൽനോട്ട സമിതി ശാസ്ത്രീയമായി പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി ഈ ഒരു 10 ദിവസത്തേക്ക് മാത്രം 3000 ക്യൂസെക്സ് ജലം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ കഴിയില്ല. തമിഴ്നാട് കൂടുതൽ ജലം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഈ പ്രശ്നം രൂക്ഷമാകാനാണ് സാധ്യത. ശരി, സന്തോഷ് സെർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ RSSും BJPയും വ്യാപക അക്രമം അഴിച്ചുവിടുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത് മറച്ചുവെക്കാൻ ഇടതുപക്ഷത്തിനെതിരെ BJP വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 6 കർമ്മ പരിപാടികൾക്കും രൂപം നൽകി. And we noted in the strongholds where the left exists, the attacks continue. In Kerala, for instance, the RSS, BJP have mounted an all over the state attack against the CPIM and its cadre. This started soon after the election results were announced. On that very day, 3 of our comrades were killed. The victory processions were attacked with bombs, and these attacks have now spread to all across Kerala. And in a classic case of Chor Kotwal Kodate, that sort of thing, they are mounting a campaign saying that the CPM terror against the RSS. We've lost 4 comrades already in these attacks.
Many are seriously injured, and this is happening all across Kerala. കുറ്റ്യാടി അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മരുതോങ്കര കോതോട്ടെ പൊതുദർശനത്തിന് ശേഷം പാറക്കൽ രജീഷ്, ഷൈജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അക്ഷയ് രാജിന്റെ സംസ്കാരം നാളെയാണ്. കുറ്റ്യാടിയിലെ മരുതോങ്കര കോതോടായിരുന്നു പൊതുദർശനം. നൂറുകണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ കോതോടെത്തിയത്. പ്രിയ സുഹൃത്തുക്കളുടെ മൃതദേഹം കണ്ടതോടെ മരുതോങ്കര അക്ഷരാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 3 മണിയോടെയാണ് മൃതദേഹങ്ങൾ ജന്മദേശത്തെത്തിച്ചത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, E ചന്ദ്രശേഖരൻ, TP രാമകൃഷ്ണൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും മൃതദേഹങ്ങൾക്ക് അന്ത്യാഭിവാദ്യമർപ്പിച്ചു. MLA മാർ, പൗരപ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. കോതോട്ടെ പൊതുദർശനത്തിനു ശേഷം പാറക്കൽ രജീഷിന്റെയും ഷൈജന്റെയും മൃതദേഹം വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. അക്ഷയ് രാജിന്റെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കടന്തറപ്പുഴയിൽ കാണാതായ ആളുകൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇനിയും കണ്ടെത്താനുള്ള ആളുകളെ കണ്ടെത്താനായി പ്രത്യേക തെരച്ചിൽ സംഘത്തിന് രൂപം നൽകി. കാണാതായ 6 പേരിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. നാട്ടുകാർ, പോലീസ്, അഗ്നിശമന സേന, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരുടെ കൂട്ടമായ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 6 പേരിൽ ഇനിയും കണ്ടെത്താനുള്ളവർക്കായി 4 വിഭാഗങ്ങളിലായി 11 പേരടങ്ങുന്ന തിരച്ചിൽ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പൂഴിത്തോട് ചെറുകിട വൈദ്യുതി പദ്ധതിയുടെ താഴഭാഗത്തായാണ് സംഘം തെരച്ചിൽ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, E ചന്ദ്രശേഖരൻ തുടങ്ങിയ മന്ത്രിമാർ തെരച്ചിൽ നിയന്ത്രിക്കാനായി സ്ഥലത്ത് എത്തിയിരുന്നു. പൂഴിത്തോട് വനമേഖലയിൽ മഴ പെയ്തത് ഏറെ നേരം തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിന് ഇത് സാധ്യതയുണ്ടാക്കുമെന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പും നൽകി. ചെമ്പനോട, സെൻട്രൽ മുക്ക്, പൂഴിത്തോട് ചെറുകിട വൈദ്യുത പദ്ധതി പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതിശക്തമായ മലവെള്ളപ്പാച്ചിലും പാറക്കെട്ടും ഇടയ്ക്കിടെ പെയ്ത മഴയുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിന്നത്. ഇനിയും കണ്ടുകെട്ടാനുള്ള ആളുകൾക്കായി തിരച്ചിൽ തുടരുമ്പോഴും രോഷാകുലനായി തന്നെ ഒഴുകുകയാണ് ഈ പുഴ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ധനമന്ത്രിയായിരിക്കെ നടന്ന നികുതി ഇളവ് ക്രമക്കേടുമായി സംബന്ധിച്ച കേസിൽ KM മാണിയെ വിജിലൻസ് ചോദ്യം ചെയ്തു. ഉത്രാട ദിവസം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രശാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. വിവരങ്ങൾ തിരികെ വാർത്തകളിലേക്ക്. മുൻ മന്ത്രി K ബാബുവിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് മുമ്പ് ബാബുവിന്റെ പേരിലുള്ള ലോക്കർ കാലിയാക്കിയതായി ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ബാബുവിന്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിൽ നിന്നും സാധനങ്ങൾ എടുത്ത് തിരികെ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ മാസം 3-ന് ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് പരിശോധിക്കുന്നതിന് മുൻപായി ലോക്കറുകളിൽ നിന്നും സാധനങ്ങൾ മാറ്റിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാങ്കിലെ ലോക്കർ രേഖകളും CCTV ദൃശ്യങ്ങളും പിടിച്ചെടുത്ത് വിജിലൻസ് പരിശോധിച്ചത്. കഴിഞ്ഞ മാസം 10-ന് ലോക്കർ തുറന്നതായി ലോക്കർ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരിൽ നിന്നും പിടിച്ചെടുത്തത്. ബാബുവിൻ്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിനുള്ളിലുണ്ടായിരുന്ന വസ്തുക്കളുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബാങ്ക് കൗണ്ടറിന് സമീപമുള്ള ക്യാമറയിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ അവ്യക്തമായതിനാൽ മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലെ SBT ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തൃപ്പൂണിത്തുറയിലെ തന്നെ വടക്കേക്കോട്ട ജംഗ്ഷനിലെ SBI ശാഖയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 ശാഖകളിലും ഈ മാസം 3-ന് നടത്തിയ പരിശോധനകളിൽ ബാബുവിൻ്റെ ലോക്കറുകളിൽ നിന്നും കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലോക്കർ അവസാനമായി തുറന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിയുടെ ആവശ്യം. എന്നാൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് നൽകും. റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ അമീറുലിനെ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും.
സൗമ്യ വധക്കേസ് നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര പാളിച്ചകൾ സംഭവിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വേണ്ട ജാഗ്രത പുലർത്താതിരുന്നത് മൂലമാണ് കേസ് പരാജയപ്പെട്ടതെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സൗമ്യ വധക്കേസിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നടപടി തികഞ്ഞ പരാജയമായിരുന്നു. സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതിയിൽ ഒരു കേസ് പോസ്റ്റ് ചെയ്താൽ ആ വിവരം സെൻട്രൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹോം സെക്രട്ടറി അറിയിക്കണം. ഹോം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രമാദമായ ഇത്തരം കേസുകളെ സംബന്ധിച്ച് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് വാദിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഉന്നതതല യോഗം ചേരാറുണ്ട്. ഇത്തവണ ഞാൻ മനസ്സിലാക്കിയത് അത്തരമൊരു യോഗം ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തെ ഞടുക്കിയ പ്രമാദമായ സൗമ്യ വധക്കേസ് വളരെ ലാഘവത്തോടെയാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്തത്. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. മണിക്കൂറുകൾക്കുള്ളിൽ 26 തെരുവുനായ്ക്കളെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി ഇറങ്ങി കൊന്നൊടുക്കിയത്. തെരുവുനായ വിമുക്ത പഞ്ചായത്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നാട്ടുകാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ കടുത്ത തീരുമാനമെടുത്തത്. ഇതിനായി ഇവർ തെരുവുനായ ഉന്മൂലന സംഘത്തിന്റെ സഹായവും തേടി. നായപിടുത്തത്തിൽ പരിശീലനം ലഭിച്ച വരാപ്പുഴ സ്വദേശി രഞ്ജന്റെയും സംഘത്തിന്റെയും സഹായം ഇതിനായി സംഘടന പഞ്ചായത്തിന് വിട്ടു നൽകി. ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് 26 നായ്ക്കളെ ഇവർ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. തെരുവുനായ വിമുക്ത പഞ്ചായത്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പഞ്ചായത്ത് അംഗങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു. നിയമ നടപടി എന്തുവന്നാലും നേരിടാനും ഇവർ ഒരുക്കമാണ്. അക്രമകാരികളെ മാത്രമല്ല എല്ലാ തെരുവുനായ്ക്കളെയും ഉന്മൂലനം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് തെരുവുനായ ഉന്മൂലന സംഘം ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു നാടോടി സ്ത്രീയെ തെരുവുനായ കടിച്ച് അതിന് പേ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പേ പിടിക്കാൻ എല്ലാ നായ്ക്കൾക്കും പേകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അക്രമകാരികൾ തെരുവുനായ്ക്കളെ മുദ്രാവാക്യം മാറ്റിയിട്ട് എല്ലാ തെരുവുനായ്ക്കളെയും കൊല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടാലും ഇതിനുള്ള സഹായം സംഘം ഒരുക്കി നൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് പുതുപ്പരിയാരത്ത് മധ്യവയസ്കനെ കൊലപ്പെടുത്തി മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ചു. പുതുപ്പരിയാരം പാറക്കൽ വീട്ടിൽ മണികണ്ഠനെയാണ് സഹോദരങ്ങൾ ചേർന്ന് കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണികണ്ഠനെ സഹോദരങ്ങളായ രാജേഷ്, രാമചന്ദ്രൻ എന്നിവരെ ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവാഹമോചിതനായ മണികണ്ഠന്റെ പേരിൽ 5 ലക്ഷം രൂപ ബാങ്ക് നിക്ഷേപം ഉണ്ടായിരുന്നു. സഹോദരൻ കൃഷ്ണൻകുട്ടിയുടെ വിവാഹത്തിനായി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇത് നൽകാൻ മണികണ്ഠൻ തയ്യാറായില്ല. ഇതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. 3 ദിവസം വീട്ടിൽ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മണികണ്ഠനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വീടിനോട് ചേർന്ന സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളുകയായിരുന്നു. മണികണ്ഠനെ കാണാതായിട്ടും വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയില്ല. കാണാനില്ലെന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. സഹോദരൻ രാജേഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊലപാതകമെന്ന് വ്യക്തമായി. CISF കോൺസ്റ്റബിളായ സഹോദരൻ രാമേന്ദ്രനും കൊലയ്ക്ക് സഹായിച്ചു. ഈ മാസം 5 മുതലാണ് മണികണ്ഠനെ കാണാതായത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തമിഴ്നാടിന് കാവേരി ജലം വിട്ടു നൽകുന്നത് ചർച്ച ചെയ്യാൻ ദില്ലിയിൽ യോഗം ചേരും. കേന്ദ്ര ജലവിഭവ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. കർണാടക, തമിഴ്നാട് ചീഫ് സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് റോഡപകട മരണം വർദ്ധിച്ചു വരുന്നത് നിയന്ത്രിക്കുന്നതിന് ഗതാഗത വകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. അപകടങ്ങൾ കുറഞ്ഞുവെങ്കിലും മരണസംഖ്യ ഉയർന്നു വരുന്നത് നിയന്ത്രിക്കുകയാണ് ഗതാഗത വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാനത്ത് റോഡപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെങ്കിലും അപകട മരണസംഖ്യ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്കൂൾ തലത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് 4000 പേരാണ് റോഡപകടങ്ങളിൽ മരണപ്പെട്ടത്. കൂടാതെ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 30,000-ലധികമാണ്. ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. എബി ജോൺ. അപ്പോൾ അപകടങ്ങളുടെ എണ്ണം കുറയുമ്പോഴും നമ്മൾ വളരെ ഭീതിജനകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഓരോ വർഷം കഴിയുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും.
അത് ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പല പരിപാടികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആളുകൾ ഈ നിയമത്തോടുള്ള ലംഘനം, നിയമം അനുസരിക്കാനുള്ളൊരു വിമുഖത, ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമുണ്ടായത് 1526 അപകടങ്ങളാണ്. ഇതിൽ 177 പേർ മരിക്കുകയും 1710 പേർ പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരത്തിൽ റോഡപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന മരണസംഖ്യ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ എസ്ഐയെ ബൈക്കിടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ എസ്ഐ സതീഷ് കുമാറിനെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ICUവിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബൈക്ക് യാത്രികരായ ഷിബു മാർക്കോസിനും മുഹമ്മദ് നൌഫിക്കുമെതിരെ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. സുനിൽ, എപ്പോഴായിരുന്നു സംഭവം? കൃത്യം നടത്തിയ 2 പേരെയും തിരിച്ചറിഞ്ഞു, അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് നിലവിലെ സൂചന. മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, തിരുവനന്തപുരത്ത് തിരുവല്ലം വാഴാമുട്ടത്ത് പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. വൈകുന്നേരം 3 മണിക്ക് ഇത്തരത്തിൽ വാഹന പരിശോധന നടത്തുമ്പോൾ ഇരുചക്ര വാഹനത്തിൽ വന്ന KL01 BQ 7444 എന്ന വാഹനത്തിൽ വന്ന 2 പേർ വാഹനം പരിശോധനയ്ക്കായി കൈകാണിച്ചെങ്കിലും നിർത്താതെ കൈകാണിച്ച ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച് കൊടുക്കുന്ന തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ എയർ ക്യാമ്പിലെ SI സതീഷ് കുമാറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ICUയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഡോക്ടർമാർ ഇപ്പോൾ പരിശോധിച്ച് സർജറി വേണം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ചു വീഴ്ത്തി ബൈക്ക് നിയന്ത്രണം വിട്ട് തെറിച്ച് വീണ ഇരുവരും, ഈ ബൈക്ക് ഓടിച്ചിരുന്ന ഇരുവരും ആ സമയത്ത് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് വയർലെസ്സിലൂടെ സന്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഇവിടെ എത്തി പോലീസ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവരുടെ തലയിൽ, അതായത് വാഹനം ഓടിച്ചിരുന്ന വെട്ടുകാട് സ്വദേശി ഷിബു മാർക്കോസിൻ്റെ തലയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൻ്റെ പുറകിലിരുന്ന വെട്ടുകാട് സ്വദേശി 20 വയസ്സുള്ള മുഹമ്മദ് നൌഫി ഓർത്തോ വിഭാഗത്തിലും ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു സംഭവത്തിൽ ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവരും പരിക്കേറ്റ് ചികിത്സയിലായതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെ ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.